ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇന്നൊരു ബട്ടർ പുഡിങ്ങിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വേണം കേട്ടോ കാണണമെങ്കിൽ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു 3 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഈ നല്ലൊരു ചൂട് ടൈമിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു പുഡിങ് തന്നെയാണ് കേട്ടോ. തണുപ്പിച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം കേട്ടോ. ഞാനിപ്പോൾ കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 200 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഇട്ടത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വീണ് പോയതാണ്, അത് കാണിച്ചിട്ടില്ല. അപ്പോൾ 200 ഗ്രാമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മെൽറ്റാക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം, ബട്ടർ മെൽറ്റ് ആവണ വരെ. അപ്പോൾ ബട്ടറൊക്കെ പകുതി മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കസ്റ്റാർഡിൻ്റെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഒരുപാട് തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ പാൽ അടുക്കി പിടിക്കും. നമ്മൾ കൂടുതൽ സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ഞാൻ 8 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്, അത് ആവശ്യത്തിന്. ഞാനിപ്പോൾ ഓൾറെഡി പഞ്ചസാര ഇട്ടതാണ്, അപ്പോൾ അത് മധുരം നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 സ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യണമെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ 4 ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കണം. എന്നിട്ട് അത് നമുക്ക് ഇതേപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നിട്ട് തവി വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതിൽ മിക്സ് ആയിട്ടുണ്ട്, ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചൈന ഗ്രാസും എല്ലാം നല്ലോണം ഇതായിട്ടുണ്ട്. കളറൊക്കെ മാറിയും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കുറുക്കിയെടുക്കേണ്ട താമസമുള്ളൂ. ഇതൊന്ന് കുറുകി വരുന്ന ടൈം മാത്രം വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ആറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ആറിയതിന് ശേഷം ഉണ്ടോ മിക്സിയിലിട്ട് അടിച്ച് നമ്മളൊരു പുഡിംഗ് ട്രേയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള പിസ്ത ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. കാഷ്യൂ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പിസ്ത വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. വീട്ടിൽ വിരുന്നാരൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ റെഡിയാക്കാം. പിന്നെ ചൂട് ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ, നല്ല തണുപ്പിച്ച് കഴിക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതേപോലെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.